കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് പ്രാഥമിക കണക്ക് പ്രകാരം 67.44 കോടി രൂപയുടെ കൃഷിനാശം. പ്രളയത്തെ അതിജീവിക്കാനായി ഇന്ത്യക്ക് മാതൃകയാകുന്ന പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദുരവസ്ഥ സംബന്ധിച്ച ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പാടെ അവഗണിച്ചു. മഴക്കെടുതിയുടെ പ്രാഥമിക കണക്ക് പ്രകാരം 67.44 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായി മന്ത്രിസഭാ യോഗം വിലയിരുത്തി. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപയും വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ വീതവും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതവും MSMEകൾക്ക് സോഫ്റ്റ് ലോൺ സ്കീം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രളയം അതിജീവിക്കാൻ ഇന്ത്യക്ക് മാതൃകയാകുന്ന റെസിലിയൻസ് പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതേസമയം ഈ കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്ന പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദുരവസ്ഥ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെ മുഖ്യമന്ത്രി പാടെ അവഗണിച്ചു. കൃത്യമായിട്ട് ഒരു പരാതി പത്രം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കും, അത് പറഞ്ഞല്ലോ. പ്രതിപക്ഷ MLA-മാരുടെ പ്രദേശങ്ങളെ മുഖ്യമന്ത്രി ഒഴിവാക്കിയെന്ന KU ജനീഷ് കുമാറിന്റെ വിമർശനത്തോട് മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്രകാരം. അതെന്താണെന്നറിയാമോ, ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അല്ലാതെ ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നോട് പറഞ്ഞു. മീറ്റിംഗ് നമ്മൾ ഒന്നുകൂടി നേരിട്ട് പരിശോധിച്ചാണ്. MLA-മാരെ ആരെയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല. കുറച്ചുപേര് വന്നു, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പോലും ഫോൺ എടുക്കുന്നില്ല എന്ന ഭരണപക്ഷ MLA-ആയ റെജി ചെറിയാന്റെ വിമർശനത്തോട് പരിഹാസം നിറഞ്ഞ ഒരു മറുപടി കൂടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിലെ നമ്പർ കിടക്കുന്നുണ്ട്. ഏതായാലും കാലവർഷക്കെടുതിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താസമ്മേളനം പോലും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.